CSEB എക്സാമിന് അക്കൗണ്ടൻസി എന്ന് പറയുന്ന മൊഡ്യൂളിൽ മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഡാഷ് കോൺസെപ്റ്റ് ദ കണ്ടീജൻസ് ലയബിലിറ്റീസ് ആർ ഷോൺ ഔട്ട്സൈഡ് ദ ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ മാച്ചിങ്, ഓപ്ഷൻ ബി ഡ്യുവൽ ആസ്പെക്ട്, ഓപ്ഷൻ സി ഫുൾ ഡിസ്ക്ലോഷർ, ഓപ്ഷൻ ഡി എൻറ്റിറ്റി. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഏത് കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടീജൻസി ലയബിലിറ്റീസ് ഒക്കെ ബാലൻസ് ഷീറ്റിൻ്റെ ഔട്ട്സൈഡിൽ കാണിക്കുന്നത്? ഫുഡ് നോട്ടിൽ നമ്മൾ കണ്ടീജൻസീസ് ലയബിലിറ്റീസ് ഒക്കെ കാണിക്കും അല്ലേ? എന്താ കണ്ടീജൻസീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ദ ലയബിലിറ്റി മേ ഓർ മേ നോട്ട് ബി അറൈസ്ഡ് ഇൻ ഫ്യൂച്ചർ. നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള, ഭാവിയിൽ നടക്കുന്ന ഒരു ഇവൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ലയബിലിറ്റീസിനൊക്കെ നമ്മൾ കണ്ടീജൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയാം. അത്തരം ലയബിലിറ്റീസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഏത് കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ മാച്ചിങ് കൺസെപ്റ്റ്, ഓപ്ഷൻ ബി ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ഓപ്ഷൻ സി ഫുൾ ഡിസ്ക്ലോഷർ, ഓപ്ഷൻ ഡി എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇതിൽ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടിജൻസി ലയബിലിറ്റീസ് ഒക്കെ ബാലൻസ് ഷീറ്റിൻ്റെ പുറത്ത് നമ്മൾ ഫുഡ് നോട്ടിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്.